നബിയെ അറിയിച്ചു, സക്കരിയ, നിങ്ങൾക്ക് ഞാൻ ഒരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നു. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ഫലം യജ്അൽ ലഹു സമീയ വഹനാനം മിൻ ലദുന്നാ വകാന തഖിയ്യ വബറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ശഖിയ്യ. ജനിക്കുന്നതിന് മുമ്പ് സക്കരിയ, നിങ്ങൾക്ക് ഞാനൊരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് യഹ്യ എന്നാകുന്നു. ശ്രദ്ധിക്കും, ആ കുട്ടിയുടെ പേര് യഹ്യ എന്നാണ്. സാലിം ഫൈസിക്ക് സാലിം എന്ന പേര് ജനിച്ചതിൻ്റെ ശേഷം ഇട്ടതല്ല. സാലിം എന്ന 4 അക്ഷരം എന്തിൻ്റെ മേൽ അറിയിക്കുന്നുവോ അതുതന്നെയാണ് ഞാൻ. അതന്നെയാണ് ഞാൻ. ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് പേര് നൽകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളെ പ്രധാനമായും ശ്രദ്ധിക്കണം കുട്ടിക്ക് പേരിടുമ്പോൾ. 1, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. പേര് പറയാൻ സുഖമുള്ളതായിരിക്കണം, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. ഏത് വല്യമ്മാക്കും പറയാൻ പറ്റണം. കുട്ടികളെ പേരൊന്നും ഇപ്പോൾ വല്യന്മാർക്ക് പറയാൻ കഴിയൂല. ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1 ഉച്ചരിക്കാൻ സുഖമുള്ളതായിരിക്കണം, എളുപ്പമുള്ളതായിരിക്കണം. 2-മത്തേത് സമ്പൂർണമായ അർത്ഥമുള്ളതായിരിക്കണം, നല്ല സുന്ദരമായ അർത്ഥമുള്ളതായിരിക്കണം. 3-മതായി കേൾക്കുന്നവന് വേഗത്തിൽ മനസ്സിലാകുന്ന പേരായിരിക്കണം. പേരിന് 3 നിബന്ധനയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികൾ സംസാരിച്ചോട്ടെ, പ്രശ്നമില്ല. വലിയവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ സംസാരിക്കുക എന്നുള്ള എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. കാരണം ഞാൻ മദ്രസയിൽ ക്ലാസ് എടുക്കുന്ന ആളല്ലോ. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മറ്റോടത്ത് ഇങ്ങനെ വർത്താനം പറയും, അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ വർത്താനം പറയും. അപ്പോൾ കുഴപ്പമില്ല. വലിയൊരു വർത്താനം പറഞ്ഞാൽ അങ്ങനെ ആവില്ല, വിവരണ്ട് അറിയും. അതുകൊണ്ട് വലിയവരെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾ സംസാരിച്ചോട്ടെ, യാതൊരു പ്രശ്നമില്ല. കുട്ടികളോട് നമ്മളിവിടെ പ്രസംഗിക്കണില്ലല്ലോ, നമ്മളിവിടെ വലിയവരോടാണ് പ്രസംഗിക്കണത്. കുട്ടികൾക്കുള്ള പ്രസംഗം ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഉണ്ടാവുക നടത്തിക്കൊണ്ട്. അതുകൊണ്ട് വലിയവരെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. 3 കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ആരോടും ചോദിച്ചടക്കേണ്ട കാര്യമൊന്നുമില്ല. 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 1, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. ഹം ഹിം ഹം എന്നൊന്നും പറഞ്ഞാണ്ടുള്ള പേരിടാൻ പറ്റില്ല. എങ്ങനെയാണ് അത് പറയാം? ഹം ഹിം ഹും കുമൈദിഷ് എന്നൊക്കെ പറഞ്ഞാണ്ട് പേരിട്ടിട്ട് എവിടുന്ന് അതൊക്കെ ഉച്ചരിക്കാൻ പറ്റുക? ആ ഷുഷ് എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ പല ജിന്നുകളെ പേരാണ്. ഈ ഷീന അവസാനം വരുന്നതൊക്കെ അധികവും ജിന്നുകളെ പേരേക്കാരം. അവസാനം ഒരു ഷീന് വരുന്ന പേര് കേട്ടാണ്. ഹസ്തഷ്ലൂഷ് അഹ്മർ വ ഷൗഗാൽ കഷ്കഷ്ലൂഷ് ബർഖാൻ വ ഹദ്രയാജ് കുത്തുബിയത്തിലില്ല. അതൊക്കെ ജിന്നുകളാണ്, മനുഷ്യന്മാരല്ല. അതുകൊണ്ട് ആയാതി പേരൊന്നും ഇടാൻ നിൽക്കണ്ട. ഉച്ചരിക്കാൻ പ്രയാസമുള്ളതാവരുത്, ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടല്ല അബ്ദുൽ മുത്തലിബ്. അപ്പോൾ മുഹമ്മദ് എന്ന് പേരിട്ടത് അബ്ദുൽ മുത്തലിബിനുണ്ടായ ഇൽഹാമാണ്. അബ്ദുൽ മുത്തലിബിനുണ്ടായ പ്രത്യേകമായ ഇൽഹാമായിരുന്നു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം. സ്വപ്നദർശനം ഉണ്ടായതാണ്. സ്വപ്നം മുഖേനയായി അല്ലാഹു തആലയിൽ നിന്ന് അറിയിപ്പുണ്ടായതാണ് പേരിടാൻ. അങ്ങനെയാണ് ഈ പേരിടുന്നത്. നിലവിൽ അങ്ങനെ ഒരു പേര് കേട്ടുകേൾവിയില്ല. അപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ല അബ്ദുൽ മുത്തലിബേ, എന്ത് ഒലക്കമല പരിപാടിയാണ് ഈ കേൾക്കുന്നത്, എന്ത് പേരായി ഇട്ടിക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അറത്തു അൻ യഹ്മിദഹു മൻ അലൽ ഖബ്റാ മുഹമ്മദുൻ സമ്മഹു നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സല്ല അലൈഹി അല്ലാഹു അശ്റഖത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി അറത്തു അൻ യഹ്മിദഹു മൻ അലൽ ഖബ്റാ. പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഈ കുട്ടിയെ സ്തുതിച്ചു പറയണം എന്നാണ് ഈ പേര് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പേരിടുമ്പോൾ ഒരു ഉദ്ദേശം വേണം. എന്തിനാണ് ഈ പേര് എന്നൊരു ഉദ്ദേശം വേണം. ഓരോ പേരിടുമ്പോഴും വേണം എന്തിനാണ് ഈ പേരിടുന്നത്, ഒരു ഉദ്ദേശം വേണം. സഹാബികളിൽ നിന്ന് പലരും ബദരീങ്ങളുടെ പേരിട്ടിരുന്നു, ബദറിൽ പങ്കെടുത്തവരുടെ പേരിട്ടിരുന്നു. 9 സ്വഹാബികളാണ് മക്കൾക്ക് ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ പേരിട്ടതെന്ന് കാണാം. എന്തിന്?
അവർക്ക് ശുഹദാക്കളുടെ കൂലി കിട്ടണം എന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തിനിടുന്നു എന്നത് പ്രധാനമാണ്. അമ്പിയാക്കളുടെ പേരിട്ടിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് ആൺകുട്ടി ഉണ്ടായപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായി. മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ നബീൻ്റെ ആൺകുട്ടി ഒരു കുട്ടി മാത്രമേ മാരിയത്തുൽ ഖിബ്തിയയിലും ബാക്കി കുട്ടിയൊക്കെ ഖദീജ ബീവിയിലുമാണ്. വ ഉമ്മു അതാഹു ഇബ്രാഹിമു മിൻ സുരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. എവിടെ ഇപ്പോൾ അതുള്ളത്? കിഫായത്തുൽ അവാമിലേ 15 ഒക്കെ കേട്ടില്ലേ? ഞാനിപ്പോൾ പുതിയതായിട്ട് നൂലുമ ഇറങ്ങി വന്നോന്നല്ല ഈ പറയണത്. നമ്മളെ പെരയിൽ അട്ടത്തിരിക്കണ 15 വക ഏടിൻ്റെ നടുമറിച്ചാൽ കിട്ടുന്നതാണ് കിഫായത്തുൽ അവാം. ഞാനീ പറഞ്ഞതൊക്കെ അതിലുണ്ടേ. നബി തങ്ങൾക്ക് ആൺകുട്ടിയായ ഇബ്രാഹിം ഉണ്ടായത് മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ള അടിമ സ്ത്രീയിലാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ വല്ലിപ്പ ഇബ്രാഹീമിൻ്റെ പേര് ഞാൻ എൻ്റെ കുട്ടിക്കിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പേരിടുന്നതിൻ്റെ മാനദണ്ഡം അതിന് കിട്ടും. ഒന്ന്, അംബിയാൻ്റെ പേരാണ് ഇട്ടത്. 2, വല്ലിപ്പാൻ്റെ പേരാണ് ഇട്ടത്. നമുക്കിന്ന് വല്ലിപ്പാൻ്റെ പേരൊക്കെ ഭയങ്കര അരോചകമാണ്. വല്ലിപ്പാൻ്റെ പേരുകളൊക്കെ അരോചകമാണ്. പഴയ കാലത്ത് മമ്മദും മയമ്മദും മമ്മിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനമൊക്കെ ഒന്ന് തന്നെയാണ്, മുഹമ്മദാണ്. അവർ പേര് മമ്മദ് മയമ്മദ് എന്നിട്ടിട്ട് മുഹമ്മദ് ആവാൻ ശ്രമിച്ചു. നമ്മൾ പേരൊക്കെ മുഹമ്മദ് എന്നിട്ടിട്ട് മയമ്മദാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് മാത്രം. അതാണ് വ്യത്യാസം. പേരൊക്കെ നല്ല ഉഷാറിൽ മുഹമ്മദ് എന്നിട്ടിട്ടുണ്ട്, മയമ്മദാകാനാണ് ശ്രമം. പണ്ട് പോലെ പേരിട്ടപ്പോൾ ഒരു സൂക്ഷ്മത പാലിച്ചിട്ട് ഓല് മയമ്മദൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ വേണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. നേരംഗത്ത് തന്നെയാണ് ഇടേണ്ടത്. മുൻകാലക്കാർ അങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ മുഹമ്മദ് ആവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നമ്മൾ പേരൊക്കെ നല്ല ഉഷാറിലിട്ടിട്ട് മമ്മി മഹമ്മദും ആകാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. മുഹമ്മദ് എന്ന പേരിന് ഇപ്പോൾ ഓർമ്മ വരുന്ന 2 പ്രത്യേകത ഉണ്ട്. ഇപ്പം എനിക്കൊണ്ട് ഓർമ്മ വരുന്ന 2 പ്രത്യേകത. ഒന്ന്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തുള്ള ഒന്ന് പേരെ തന്നെ ഉണ്ടായിക്കോട്ടെ, എന്താ ഇപ്പോൾ കുഴപ്പം? നമ്മളൊക്കെ അവസാനം തീരുമാനിക്കുക, എന്നാൽ പിന്നെ ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനും കിടക്കട്ടെ എന്ന്. ഏത് SLC തോറ്റേ? SLC തോറ്റു. പിന്നെ ഇറച്ചിപ്പീടിയെ കൊണ്ടുപോയി നോക്കി, അതും നേരാകണില്ല. സൂപ്പർ മാർക്കറ്റ് നിർത്തി നോക്കി, അത് മുതലാളിയോട് തെറ്റിപ്പോന്നു. എല്ലാം കഴിഞ്ഞു. എന്നാൽ ഇഞ്ഞോനെ ഓതാൻ കൊണ്ടാക്കുക, ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനും കിടക്കട്ടെ എന്ന്. ആ തീരുമാനം ആദ്യം എടുക്കേണ്ടതല്ലേ? ആദ്യം വരുന്ന ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനായിക്കോട്ടെ, ബാക്കിയുള്ളത് നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. ഫസ്റ്റത്തെ ഒന്നല്ല തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മളൊക്കെ തീരുമാനം അവസാനം എടുക്കുക. അവസാനത്തെ മയ്യത്ത് നിസ്കരിക്കാനും കിടക്കട്ടെ, അതും കിടക്കട്ടെ എന്നാണ്, ഇരിക്കട്ടെ എന്നല്ല. ഒന്നങ്ങനെ മയ്യത്ത് നിസ്കാരമൊക്കെ അത്ര മതിയെന്ന്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുക. മയ്യത്ത് നിസ്കാരം ഇപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ എന്തായാലും ഇവിടെ ഭൂമിൻ്റെ പുറത്ത് ഇടൂല, കാരണം വാസനിച്ചല്ലോ. അതുകൊണ്ട് മയ്യത്ത് നിസ്കരിച്ചാണ് കൊണ്ടുപോയിട്ട് മറയും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഇപ്പം അങ്ങനെ സംവിധാനം വേണ്ട എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. അതൊക്കെ അവസാനത്തെ തീരുമാനമാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ആദ്യം തീരുമാനിക്കുകയും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വേറൊരു വചനം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടാവുകയും അതിൽ ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ വെച്ച് എന്നെ കാണാൻ അവൻ ശ്രമിക്കാതിരിക്കട്ടെ. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് മഹ്ശറ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരെയും പ്രതീക്ഷിക്കാനില്ലാത്ത ദിവസത്തിൻ്റെ പേരാണ് മഹ്ശറ. എല്ലാവരും സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ദിവസമാണ്. ആദം നബി മുതൽ അവസാന മനുഷ്യൻ വരെ സ്വന്തം കാര്യം നോക്കുന്ന സമയത്ത് 50,000 കൊല്ലം സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ തൻ്റെ ഉമ്മത്തിനെയും കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി. 3 ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു കുട്ടിക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ വെച്ച് എന്നെ കാണാൻ അവൻ ശ്രമിക്കേണ്ടതില്ലെന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം.